ഏഴാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ പുതിയ മാതൃകയുള്ള ചോദ്യപേപ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് നടന്ന നമ്മുടെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. നേരിട്ട് ചോദ്യപേപ്പറിലേക്ക് നടക്കുകയാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. അധോദത്തയോഹോ കവിതാംശയോഹോ വിശ്വസോദര ഭാവന ഹൃദി ആവശ്യകി ഇത്യാശയ പങ്ക്തി ചിത്വലിഖതു. താഴെ നൽകിയിരിക്കുന്നതിൽ വിശ്വസോദര ഭാവന ആവശ്യമാണ് എന്ന് വരുന്ന ശ്ലോകം എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ചാൽ തന്നെ നമുക്കറിയാം, നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ആ കവിത പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ്? വിശ്വമഖിലം ജേതു മജിരാത് മിത്രകാണിയതാമഹേ വിശ്വസോദര ഭാവനാം ഹൃദി എന്ന വാക്ക് വരുന്നത് ഇതിലാണ്. അപ്പോൾ ഈ 4 വരി എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. വളരെ എളുപ്പമുള്ള പ്രവർത്തനം ആയതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. അടുത്തത് അധോദത്തേഷു ഉചിത പ്രസ്താവനാക്ക. താഴെ നൽകുന്ന ഉചിതമായ പ്രസ്താവന. മഹാഭാരതത്തെ കർത്താഭവതി വേദവ്യാസ. മഹാഭാരതത്തിൻ്റെ കർത്താവാണ് വേദവ്യാസൻ. മഹാഭാരതം ഇതിഹാസകാവ്യം ഭവതി. മഹാഭാരതം ഇതിഹാസകാവ്യമാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? രണ്ടും ശരിയാണ് അല്ലേ? മഹാഭാരതത്തിൻ്റെ കർത്താവ് വേദവ്യാസനാണ്. മഹാഭാരതം ഒരു ഇതിഹാസ കാവ്യമാണ്. അപ്പോൾ രണ്ടും ശരി എന്നുള്ള ഉത്തരം ഏതാണ്? 1, 2 ഉചിതേ പ്രസ്താവനയെ. 1, 2 ഉചിതമായ പ്രസ്താവനകളാണ് എന്നുള്ള സി എന്ന ഓപ്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ എടുത്ത് എഴുതണം. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ്. അടിക്കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ തന്നെ നോക്കൂ. വൃക്ഷാരോപണയിലെ പ്രകൃതി സംരക്ഷണം ഏതാണ് വരിക? അപ്പോൾ ഇവിടത്തേക്ക് എടുത്ത് എഴുതുന്നു. രണ്ടാമത്തെ സഹജീവി സ്നേഹ ആവശ്യക. അതേതാണ്? ഇനിയുള്ള 3 മൂന്നാമത്തെ ആണല്ലേ. മൈത്രി സന്തോഷദായിനി. മൈത്രി സൗഹൃദം വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ സന്തോഷം നൽകുന്നു. ഏതാണ്? ഇത്. വാർത്താശ്രവണം ജ്ഞാനവർദ്ധനായ. ഇതാണ് അല്ലേ. ഓക്കെ, അടുത്ത നോക്കൂ. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. പുതിയ രീതിയിലുള്ള ചോദ്യമാണ്. ഇവിടെ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഈ ഇതിലുണ്ട്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. യോജിപ്പിച്ചാൽ മാത്രം പോരാ, അത് ഇതിലേതാണ് എന്നുള്ളത് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ ഒന്നാമത് അറിയണം. ഓക്കെ, അപ്പോൾ നോക്കാം. ഉപരതാഹ. ഉപരതാഹ നമ്മുടെ 2ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വൈമാനികവും മാതാച്ച ഉപരതാഹ. എന്താണ്? വിമാനത്തിലെ പൈലറ്റും അമ്മയും മരിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതേതാ വരിക? മരിച്ചു എന്നുള്ളതിന് അതേ വാക്ക് വരുന്നത് മൃതാഹ എന്നുള്ളതാണ്. അപ്പോൾ 1 ഖായായിട്ടുള്ള ഓപ്ഷൻ നമ്മളിതിൽ എന്ത് ചെയ്യണം? അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ്, ചെറുതാക്കുകയാണ്. 1 ഖായായിട്ടുള്ള ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഈ ഖ എന്നുള്ള ബിയും സിയും മാത്രമേ ഉള്ളൂ. ഒന്നും ഇവിടെ 2ഉം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഹനമല്ല എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ആലോചിച്ച് നേരത്തെ ഉറപ്പിക്കണം. അപ്പോൾ 2 ഓപ്ഷനായി ചുരുങ്ങി. 4 ഓപ്ഷനിൽ 2 ഓപ്ഷനായി. ഇനി അടുത്ത് നോക്കൂ. സാരമേയ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെൽജിയം ഷെപ്പേർഡ്. ഇത് സാരമേയ. ബെൽജിയം ഷെപ്പേർഡ് എന്ന നായ. അപ്പോൾ നായ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഘായാണ് അല്ലേ. അപ്പോൾ 1 ഖായും 2 ഘായുമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി 3, 4 നമുക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. എഴുതാം ഉത്തരം ബി എന്ന ഉത്തരം നമുക്ക് എഴുതാൻ കഴിയും. ഇനി ഒട്ടും അറിയാത്തവർ എന്ത് ചെയ്യുക? ഇതിലേതെങ്കിലും ഒന്നിൻ്റെങ്കിലും അർത്ഥം അറിയാൻ നോക്കുക. അപ്പോൾ യാനം എന്നുള്ളത് വാഹനമാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ക എന്ന ഓപ്ഷൻ വരുന്നത് നോക്കൂ. ഇവിടെ ഇത് 2ഉം ശരിയായിട്ട് അറിയുന്നവർക്ക് ഈ ബി എന്ന ഓപ്ഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. സി എന്ന ഓപ്ഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ സൈനികഹ, ഭടഹ, ഗ നോക്കൂ. അതാകെ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. സി എന്ന ഓപ്ഷനിൽ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, 3A. അപ്പോൾ നമുക്കറിയാം എ എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മറ്റൊരു പ്രവർത്തനം കൂടി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? അനുമാനിക്കുക. ഓക്കെ, നോക്കൂ. ഇത് ആ ഒരു ശ്ലോകം നമ്മുടെ 3ാമത്തെ പാഠത്തിലെ ശ്ലോകമാണ്. ആ ശ്ലോകത്തിലെ അന്വയം അല്ലെങ്കിൽ ഗദ്യക്രമം എഴുതാനാണ്. സൂര്യരശ്മി ബിഹി ഡാഷ് അർജിതം എന്നുള്ളതാണ് വരേണ്ടത്. പരമവിഹ്വലം ഭ്രാതരം ദൃഷ്ട്വ അഹം സ്നേഹാത് പക്ഷാഭ്യം തം ഛാദയാമാസ എന്നുള്ളതാണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലെ ആശയങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. തലയിൽ കയറ്റി വയ്ക്കാൻ പറ്റും. അടുത്ത് നോക്കൂ. ഉചിതം ഗണം കണ്ടുപിടിക്കണം. പഞ്ചതന്ത്രം എഴുതിയതാരാണ്? വിഷ്ണു ശർമ്മയാണ്. രഘുവംശം എഴുതിയത് കാളിദാസനാണ്. മഹാഭാരതം എഴുതിയതാരാണ്? വേദവ്യാസനാണ്, ശൂദ്രകനല്ല. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരി. അപ്പോൾ അതേത് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ അല്ലേ. അതെഴുതാം. അടുത്തത് അധോദത്ത ശ്ലോകാത് സമാനാർത്ഥക പദം ചിത്വലകൾ. താഴെ നൽകിയിരിക്കുന്ന സമാനാർത്ഥക പദം ശ്ലോകത്തിൽ നിന്ന് എടുത്ത് എഴുതുക. ആദിത്യേ. ആദിത്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ എന്നർത്ഥം അല്ലേ. സൂര്യേ എന്നെഴുതും. ഗഗനമാർഗേണ. അപ്പോൾ മാർഗേണ എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. ആകാശമാർഗേണ. ആവൃത്തി ആകാശമാർഗേണ എന്നൊന്നും എഴുതരുത്, മാർക്ക് കിട്ടില്ല. ആകാശമാർഗേണ എന്ന് മാത്രം എഴുതുക. വേഗേന, ജവേന എന്നർത്ഥമാണ് വേഗത്തിൽ. അത്യന്തം, ഭൃശം എന്നുള്ളതാണ്. ഓക്കെ, ആ 4 അർത്ഥം അറിഞ്ഞാൽ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. കൃത്യമായിട്ട് എഴുതുക. ഉചിതമായ ഗണം ഏതാണ്? പഠതി, പഠതു. ഉചിതമാണോ? അതെ, ലട്ടും ലോട്ടും.
ലിഖതി പിബതു തെറ്റാണ് അല്ലേ. വദതി വദതു ശരിയാണ്. ഭവതി ഭവതു ശരിയാണ്. അപ്പോൾ 2 മാത്രമാണ് ശരി, തെറ്റ്. 1, 3, 4 ശരി. അപ്പോൾ 1, 3, 4 ഓപ്ഷൻ വരുന്നത് ഏതാണ്? സി എന്നുള്ളതാണ്. അത് എഴുതുക. അടുത്തത് വീണ്ടും 4A തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബി എന്ന പ്രവർത്തനം കൂടിയുണ്ട്. അപ്പോൾ ഏതാണ് എളുപ്പമുള്ള പ്രവർത്തനം നോക്കി നിങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ പ്രവർത്തനം അധോദത്തം വാർത്താം പഠിത്തോ പ്രശ്നാനം ഉത്തരം ലിഖിതം. താഴെ കൊടുത്തിരുന്ന വാർത്തകൾ വായിച്ച് ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. IPL വിജേത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ബാംഗ്ലൂരു 18തമ IPL വിജേത ഭവതി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സംഘഃ. 18ാമത്തെ IPL വിജയികളാരായി? ബാംഗ്ലൂരുവായി. വിജയോയം തേഷാം സ്വപ്ന സാക്ഷാത്കാരഃ ഭവതി. ഈ വിജയം അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. രജത് പാട്ടിദാർ സംഘ നേതാ ഭവതി. ആരാണ് നേതാവ്? രജത് പാട്ടിദാർ, അവരുടെ ക്യാപ്റ്റൻ. IPL ക്രീഡായ മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം സായ് സുദർശൻ മഹോദയ ആദൃത. അപ്പോൾ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. 18തമ IPL വിജേത കഹ. ആരാണ് 18ാമത്തെ IPL നേടിയത്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. നിങ്ങൾക്ക് ഇനി ഉത്തരം ഒറ്റയ്ക്ക് എടുത്ത് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ഈ വാക്കുകൾ എവിടെയുള്ളത്? IPL വിജേത, IPL വിജേത എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാചകം അങ്ങനെ എടുത്തെഴുതുക. അടുത്തത് തേഷാം സംഘ നേതാ കഹ. അവരുടെ നേതാവ് ആരായിരുന്നു? നായകൻ ആരായിരുന്നു? ക്യാപ്റ്റൻ ആരായിരുന്നു? രജത് പാട്ടിദാർ. മാൻ ഓഫ് ദ ടൂർണമെൻറ്റിന് ആരാണ് അർഹതനായത്? സായ് സുദർശൻ. അത് 3 എടുത്ത് എഴുതുക. അടുത്ത് യഥോചിതം യോജിതു. ലിഖതി, അതിൻ്റെ ലങ് ഏതാണ്? അലിഖത്. ചലതി അചലത്. ഈ തരത്തിൽ എഴുതാൻ കഴിയും. അല്ലെങ്കിൽ ബി എന്ന ഓപ്ഷനിലേക്ക് പോകാം. വാർത്ത പഠിച്ചിട്ട് അഭിമുഖം, നമ്മുടെ ഇൻ്റർവ്യൂ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിമാന ദുർഘടന. അഹമ്മദാബാദ് നഗരാത് ലണ്ടൻ പ്രതി ഗതം എയർ ഇന്ത്യ 171 വിമാനം ദുർഘടനയാം അപതത്. എയർ ഇന്ത്യ 171 വിമാനം എവിടെ വീണു? അപകടത്തിൽപ്പെട്ടു. വിമാനയാനെ 240 യാത്രികാഹ. 242 യാത്രക്കാരുണ്ടായിരുന്നു. യാനം മേഘാനി ഇതി ജനവാസ സ്ഥലേ അവത്. മേഘാനി എന്ന സ്ഥലത്താണത് വീണത്. അപ്പോൾ പ്രവാചക എന്ന് വെച്ചാൽ വാർത്ത വായിക്കുന്ന ആൾ, ലേഖക അവിടുത്തെ റിപ്പോർട്ടർ. അപ്പോൾ വിമാനസ്യ നാമകിം ചോദിച്ചു. എന്താണ് വിമാനത്തിൻ്റെ പേര്? എയർ ഇന്ത്യ 171. യാനി കതി യാത്രിക ഹാസൻ. യാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 240 242. യാനം കുത്രപത്ത്, എവിടെ വീണു? മേഘാനി എന്ന സ്ഥലത്ത്. ആ 3 ഉത്തരം എഴുതുക. യഥോചിതം യോജിതു, ഉചിതമായ രീതിയിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞത്. എന്താണ്? സദാസ്തു. ഏതാ ശരി? സദാ പ്ലസ് അസ്തു ആണോ സദാ പ്ലസ് തു ആണോ? പറഞ്ഞു നോക്കിയാൽ തന്നെ അറിയാം. സദാ അസ്തു, സദാസ്തു. അതാണ് സദാത്തു എന്നുള്ളത് എന്താ? സദാസ്തു ആവില്ല. അപ്പോൾ സദാ പ്ലസ് അസ്തു ആണ് ഉത്തരം. അപ്പോൾ മാസ്തു എന്താ വരിക? മാ പ്ലസ് അസ്തു, മാസ്തു. 5ാമത്തെ പ്രവർത്തനം നോക്കൂ. ഉദാഹരണാനുസാരം ലിഖതു. ദുഷ്ടാചിന്ത ദുഷ്ടചിന്ത. അപ്പോൾ ഹീനചിന്ത എന്താണ്? ഹീനാചിന്ത. കൃത്യമായിട്ട് എടുത്ത് എഴുതാൻ കഴിയും. വാക്യാനി രചിത. ലതിക പുഷ്പം ചിനോതി ലതിക ഫലം ചിനോതി. ലതിക പുഷ്പം ഫലം ച ചിനോതി. ലതിക പുഷ്പം വലിച്ചു, ലതിക പഴം വലിച്ചു. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാക്കുമ്പോൾ എങ്ങനെയോ? ലതിക പുഷ്പം ഫലം ച ചിനോതി. ഛാത്ര ഗൃഹം പരിപാലയതി. കുട്ടികൾ എന്ത് ചെയ്യുന്നു? വീട് നോക്കുന്നു. ഛാത്ര ഉദ്യാനം പരിപാലയതി. വിദ്യാർത്ഥി ഉദ്യാനവും പരിപാലിക്കും. അപ്പോൾ പറയൂ. ഛാത്ര ഗൃഹം ഉദ്യാനം ച പരിപാലയതി. അങ്ങനെ ഉത്തരം എഴുതാം. അടുത്ത് നോക്കൂ. അതോ തത്താനി വാക്യാനി പഠിത്തുക. സാധു ഗണം ചിത്വരകതു. ശരിയായിട്ടുള്ള ഗണം എന്ത് ചെയ്യുക? ഉത്തരം എടുത്ത് എഴുതുക എന്നാണ് കാണിക്കുന്നത്. താഴെ നൽകിയത് പ്രസ്താവനകൾ വായിക്കാനാണ് പറഞ്ഞത്. വായിച്ചു നോക്കണം. മനുഷ്യജീവനെ ഗുണാഹ അവഗുണാഹ ച സന്ധി. ശരിയാണോ? മനുഷ്യജീവിതത്തിൽ ഗുണങ്ങളും അവഗുണങ്ങളും ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പോൾ ഉചിതമാണ്. അസ്മാഭിഹി ഗുണാഹ ഏവ ആർജനീയ. നമുക്ക് ഗുണങ്ങളാണ് നമ്മൾ ആർജിക്കേണ്ടത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ 1ഉം 2ഉം ശരി. ഗുണാഹ മാനവം സംസ്കുർവന്തി. ഗുണങ്ങൾ മനുഷ്യരെ നന്നാക്കുന്നു. ശരിയാണോ? ശരിയാണ്. 4 അവഗുണാൻ ത്യജതു. അവഗുണങ്ങൾ എന്ത് ചെയ്യൂ? ഉപേക്ഷിക്കും. അപ്പോൾ 4ഉം ഉചിതമായ വാക്കുകളാണ് അല്ലേ. അപ്പോൾ 4ഉം ഉചിതം എന്ന ഗ്രൂപ്പ് ഏതാണ് ഇതിൽ? ഡി എന്നുള്ളതാണ്. 1, 2, 3, 4 ഉചിതം. അപ്പോൾ ഡി എന്നുള്ള ഉത്തരം എടുത്തെഴുതുക. അടുത്ത നോക്കൂ. ഉദാഹരണാനുസാരം പുരയത്. രാഹുലഹ പാഠം പഠതി. അപ്പോൾ അത് നമ്മൾ പാഠപുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ ഹേ രാഹുല പാഠം പഠതു. ബാലഹ കഥാം ലിഖതി. അപ്പോൾ എങ്ങനെ പറയുക? ഹേ ബാല കഥാം ലിഖതു എന്നുള്ളത് എന്ത് ചെയ്യണം? എടുത്ത് എഴുതാം. 6ാമത്തെ പ്രവർത്തനം നോക്കൂ. രാമായണം അധികൃത്യ ടിപ്പണി ലിഖതു. രാമായണത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? ടിപ്പണി, ഒരു ചെറിയൊരു നോട്ട് എഴുതണം. ആദികാവ്യം ഭവതി വാൽമീകി ഭവതി സപ്തകാണ്ഡാനി സന്ധി സ്നേഹസ്യ വിവിധ ഭാവാഹ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഴുതാം? ഒരു ടിപ്പണിയായിട്ട്. അസ്മാകം ആദികാവ്യം ഭവതി രാമായണം. രാമായണസ്യ കർത്ത വാൽമീകി ഭവതി. രാമായണേ സപ്തകാണ്ഡാനി സന്തി. രാമായണേ സ്നേഹസ്യ വിവിധ ഭാവാഹ
സന്ധിന്നോ അല്ലെങ്കിൽ ദ്രഷ്ടും ശക്നുമഹാന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് എഴുതാം. എല്ലാത്തിലും രാമായണേ എന്ന് ചേർത്താൽ ശരിക്കും എഴുതാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ഭംഗിയാവണമെങ്കിൽ നമുക്ക് വേണ്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് എഴുതാൻ കഴിയണം. ഓക്കെ, അടുത്ത് ഏഷഃ ഛാത്രഃ ആസീത് ഏഷഃ അധ്യാപകഃ ആസീത്. അപ്പോൾ ഇത് കുട്ടിയായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു, ഇപ്പോൾ അധ്യാപകനാണ്. അപ്പോൾ പുരാ പണ്ട് ഏഷഃ ഛാത്രഃ ആസീത്, ഇദ്ദേഹം ആരായിരുന്നു, വിദ്യാർത്ഥിയായിരുന്നു. ഇദാനീം അധ്യാപകഃ അസ്തി, ഇപ്പോൾ ആരാണ്, അധ്യാപകനാണ്. ഏഷഃ അങ്കുരഃ അസ്തി ഏഷഃ വൃക്ഷഃ അസ്തി, ഇപ്പോൾ അതൊരു മൊട്ടാണ് അല്ലെങ്കിൽ ഒരു വിത്താണ് അല്ലെങ്കിൽ മുളയാണ്. ഏഷഃ വൃക്ഷഃ അസ്തി, ഇപ്പോൾ എന്താണ്, മുളയായിരുന്നു, ഇപ്പോൾ എന്താണ്, ഒരു വൃക്ഷമാണ്. അപ്പോൾ പുരാ ഇദാനീം എന്ന് ചേർത്ത് പറയൂ. പുരാ ഏഷഃ അങ്കുരഃ ആസീത് ഇദാനീം വൃക്ഷഃ അസ്തി. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് കഷ്ടമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ മാതൃകയുള്ള മറ്റു കുറച്ച് ചോദ്യപേപ്പർ, നേരത്തെ SCERT നൽകിയ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഇതിൻ്റെ താഴത്ത് മാഷ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും നിങ്ങൾ കാണുക. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യപേപ്പർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, ഉത്തരങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.